ദുരന്തഭൂമിയിൽ പെയ്തിറങ്ങിയ ദൈവകാരുണ്യം. എം അക്ബർ എഴുതുന്ന ലേഖനത്തിന്റെ 2ാം ഭാഗം. ദൈവത്തിൽ നിന്ന് കാരുണ്യം മാത്രമാണ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അവൻ ശിക്ഷിക്കുകയില്ലെന്നോ നശിപ്പിക്കുകയില്ല എന്നോ അല്ല അതിൻ്റെ അർത്ഥം. കഠിനമായി ശിക്ഷിക്കുന്നവനായും നാടുകളെ നശിപ്പിച്ചവനായുമെല്ലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന നിരവധി വചനങ്ങൾ ഖുർആനിലുണ്ട്. ദൈവകാരുണ്യത്തിൽ നിന്നുണ്ടാവുന്നതാണ് അവൻ്റെ നീതി. നീതിയുടെ സ്വാഭാവികതയാണ് രക്ഷയും ശിക്ഷയും എല്ലാം. ശിക്ഷിക്കുവാൻ കഴിയുന്നവൻ അതിൽ നിന്നും വിടുതൽ നൽകുമ്പോൾ അത് വലിയ രക്ഷയായി തീരുന്നു. നന്മതിന്മകൾക്കുള്ള പൂർണ്ണമായ പ്രതിഫലം പരലോകത്ത് വെച്ചായിരിക്കും എങ്കിലും തിന്മകൾ അതിരുകടക്കുമ്പോഴുണ്ടാവുന്ന ദൈവിക ശിക്ഷകൾ ഇഹലോകത്ത് വെച്ചും ഉണ്ടാകാമെന്ന് വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ദൈവധിക്കാരം പരമകാഷ്ഠയിലെത്തുകയും അധാർമികതകളെ സാമാന്യവൽക്കരിക്കുകയും ചെയ്ത സമൂഹങ്ങളെ ഈ ലോകത്ത് വെച്ച് തന്നെ ശിക്ഷിച്ചതായും നശിപ്പിച്ചതായുമെല്ലാം ഖുർആൻ പറയുന്നുണ്ട്. ആ ശിക്ഷകൾ ദൈവനീതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവ ദൈവകാരുണ്യത്തിന്റെ പ്രകടനവുമാണ്. സത്യത്തെയും അസത്യത്തെയും, നന്മയെയും തിന്മയെയും, ധർമ്മത്തെയും അധർമ്മത്തെയും, നീതിയെയും അനീതിയെയുമെല്ലാം ദൈവകാരുണ്യം തുല്യമായാണ് ഗണിക്കുന്നത് എങ്കിൽ അത് അരാജകത്വത്തിനാണ് നിമിത്തമാവുക. മനുഷ്യരാശിയുടെയും ഭൂമിയുടെയും നാശത്തിന് കാരണമായേക്കാവുന്ന അരാജകത്വം. ദൈവശിക്ഷ ഏറ്റുവാങ്ങിയ സമൂഹങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന വേദഗ്രന്ഥങ്ങൾ തന്നെ അവയുടെ നാശത്തിലേക്ക് നയിച്ച അധമത്വങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. അവരുടെ നാശം മാനവരാശിയോടുള്ള കാരുണ്യമായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ ആ പ്രതിപാദനങ്ങൾ മതിയാകും. നശിപ്പിക്കപ്പെട്ട സമൂഹങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ഖുർആൻ പറയുന്നത് ശ്രദ്ധേയമാണ്. അങ്ങനെ എല്ലാവരെയും അവരവരുടെ കുറ്റത്തിന് നാം പിടികൂടി. ചിലർക്ക് നേരെ നാം ചരൽക്കാറ്റയച്ചു, ചിലരെ ഘോര ശബ്ദം പിടികൂടി, ചിലരെ നാം ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു, ചിലരെ നാം മുക്കി നശിപ്പിച്ചു. അള്ളാഹു അവരോട് അക്രമം ചെയ്യുകയായിരുന്നില്ല, പക്ഷേ അവർ അവരോട് തന്നെ അക്രമം ചെയ്യുകയായിരുന്നു. പ്രകൃതി ദുരന്തങ്ങളാൽ നശിപ്പിക്കപ്പെട്ട സമുദായങ്ങളിലുള്ളവർ ശിക്ഷിക്കപ്പെട്ടത് അതിലുള്ളവരുടെ അതിക്രമം കാരണമാണ് എന്ന് വ്യക്തമാക്കുന്ന ഖുർആൻ അങ്ങനെ ശിക്ഷിക്കപ്പെടുമ്പോൾ അതിക്രമകാരികളെ മാത്രമല്ല അത് പിടികൂടുക എന്നും നന്മ നിറഞ്ഞവരും സ്വാഭാവികമായും ദുരന്തത്തിന് ഇരയാകുമെന്നും കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഒരു നാട് നശിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള സൽക്കർമ്മകാരികളും നശിക്കും. അത്തരം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ തങ്ങൾ സഹിക്കുന്നതിനുള്ള പ്രതിഫലം പരലോകത്ത് വെച്ച് ലഭിക്കും എന്ന ബോധം വിശ്വാസികൾക്ക് നൽകുന്ന സമാധാനം കുറച്ചൊന്നുമല്ല. സൽക്കർമ്മകാരികൾ സഹിക്കുന്ന ക്ലേശങ്ങളും രോഗങ്ങളും പീഡകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മനപ്രയാസങ്ങളും, എന്തിനധികം കാലിൽ ഒരു മുള്ളുകുത്തുന്നത് പോലും അവരുടെ പാപമോചനത്തിന് കാരണമാകും എന്ന പ്രവാചക പാഠവും, വെള്ളപ്പൊക്കത്തിലും മതിലിടിഞ്ഞും മണ്ണിടിഞ്ഞും അഗ്നിയാലുമുള്ള മരണങ്ങൾ രക്തസാക്ഷിയുടെ മരണത്തോട് സമാനമാണ് എന്ന് വ്യക്തമാക്കുന്ന നബിവചനങ്ങളും പ്രകൃതി ദുരന്തങ്ങളിൽ മരണപ്പെടുന്ന വിശ്വാസികൾക്കുള്ള സന്തോഷവാർത്തകളാണ്. ഈ സന്തോഷവാർത്തകൾ അവരെ സ്നേഹിക്കുന്നവരെ കുറച്ചൊന്നുമല്ല ആശ്വസിപ്പിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളെല്ലാം ദൈവശിക്ഷകളാണ് എന്നല്ല ഇപ്പറഞ്ഞതിനർത്ഥം. ദൈവധിക്കാരം അതിൻ്റെ പാരമ്യതയിലെത്തിയ സമൂഹങ്ങളെ പ്രകൃതി ദുരന്തങ്ങളാൽ ദൈവം ശിക്ഷിച്ചിട്ടുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഖുർആൻ തന്നെ മനുഷ്യകരങ്ങളുടെ പ്രകൃതിയിലുള്ള ഇടപെടലുകൾ വഴി ഉണ്ടാകുന്ന കുഴപ്പങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും നാശം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ പ്രവർത്തന ഫലങ്ങളിൽ ചിലത് അവർക്ക് ആസ്വദിപ്പിക്കുവാൻ വേണ്ടിയാണത്, അവർ മടങ്ങുവാൻ വേണ്ടി. വിശുദ്ധ ഖുർആൻ. ഇപ്പോഴുണ്ടായ ഉരുൾപൊട്ടലെടുക്കുക. ഭൂമിയുടെ ഗുരുത്വാകർഷണം മൂലം ചെങ്കുത്തായ മലഞ്ചെരുവിലുള്ള പാറയും മണ്ണും ജലപ്രവാഹത്തോടൊപ്പം താഴേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ എന്നാണ് നമ്മുടെ നിർവചനം. പ്രപഞ്ചമുണ്ടായ കാലം മുതലുള്ളതാണ് ഗുരുത്വാകർഷണം. ഇപ്പോൾ ഒഴുകിവന്ന പാറയും മണ്ണുമെല്ലാം ലക്ഷക്കണക്കിന് വർഷങ്ങളായി അവിടെ ഉള്ളവയാണ്. അതിതീവ്രമായ മഴ ആ പ്രദേശങ്ങളിലെല്ലാം മനുഷ്യാരംഭത്തിന് മുമ്പ് തന്നെയുണ്ട്. എന്നാൽ ഇത്ര കാലമായി അവിടെ ഉരുൾപൊട്ടലുണ്ടായില്ല. എന്തുകൊണ്ട്? ഗുരുത്വാകർഷണവും പാറകളും മഴയും മണ്ണുമെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും അവയൊന്നും ആ പ്രദേശത്തെ അപകടപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു സന്തുലനം അവിടെ ഉണ്ടായിരുന്നു. കടലും കരയും കാടും മലയും കാറ്റും പുഴയും മഴയും ഗുരുത്വാകർഷണവും എല്ലാം സൃഷ്ടിച്ചവൻ തന്നെയാണ് അവയെ മനുഷ്യരടക്കമുള്ളവയ്ക്ക് ഉപകാരപ്പെടുത്തുന്നതിനായുള്ള സന്തുലനവും സൃഷ്ടിച്ചത്. അതുള്ളതുകൊണ്ടാണ് സഹസ്രാബ്ദങ്ങളായി മനുഷ്യർക്ക് അവിടെ ജീവിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ആ സന്തുലനം തകർന്നിരിക്കുന്നു. അത് ആ പ്രദേശത്തിൻ്റെ നാശത്തിന് കാരണമായിരിക്കുന്നു.
പശ്ചിമഘട്ട മലനിരകളെ പ്രകൃതി രമണീയമാക്കി നിലനിർത്തിയിരുന്ന സന്തുലനത്തിന്റെ തകർച്ചയ്ക്ക് കാരണം അവിടുത്തെ അമിതമായ വനനശീകരണവും നഗരവൽക്കരണവും തോട്ടനിർമ്മാണവുമെല്ലാമാണ് എന്നാണ് മാധവ് ഗാഡ്ഗിലിനെ പോലെയുള്ള വിദഗ്ധരുടെ പഠനങ്ങൾ പറയുന്നത്. അത് ശരിയാണെങ്കിൽ ഇപ്പോഴുണ്ടായ ദുരന്തം മനുഷ്യനിർമ്മിതമാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യവർത്തനങ്ങളുടെ ദുഷ്ഫലങ്ങൾ ആസ്വദിപ്പിക്കുവാനും അത്തരം ചൂഷണങ്ങളിൽ നിന്നും അവരെ പിന്മാറ്റുവാനും വേണ്ടിയുള്ളവയാണ് ഇത്തരം പ്രകൃതിക്ഷോഭങ്ങൾ എന്ന ദൈവവചനത്തിന്റെ നിർദ്ദേശം പാലിക്കുവാനാണ് സർക്കാരും ഉത്തരവാദിത്തബോധമുള്ള പൗരന്മാരും സന്നദ്ധമാകേണ്ടത്. പ്രകൃതിയിൽ നിലനിൽക്കുന്ന സന്തുലനത്തിന്റെ തകർച്ച മൂലം ഉണ്ടാവുന്നവയാണെങ്കിലും ദൈവധിക്കാരത്തിന് നൽകുന്ന ശിക്ഷയായി നിബദിക്കുന്നതാണെങ്കിലും മനുഷ്യർ നേരിടുന്ന ദുരന്തങ്ങൾക്കുള്ള ആത്യന്തികമായ കാരണം മനുഷ്യവർത്തനങ്ങളാണ് എന്ന് വ്യക്തം. ഖുർആൻ പറയുന്നത് കാണുക: നിങ്ങൾക്കുമേൽ നിബദിച്ചിട്ടുള്ള ആപത്തുകളുടെ എല്ലാം കാരണം നിങ്ങളുടെ കരവിരുതുകൾ തന്നെയാണ്. അവയിൽ മിക്കവയും അവൻ മാപ്പാക്കുന്നവയാണ്. ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് തോൽപ്പിക്കാനാവുകയില്ല. അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് രക്ഷാധികാരികളോ സഹായികളോ ഇല്ല. ദുരന്തങ്ങളെ പരീക്ഷണങ്ങളായി കാണുന്നവർ പ്രകൃതിയെയും അതിന്റെ സന്തുലനത്തെയും പടച്ചവന്റെ ആസൂത്രണത്തിന്റെ ഭാഗമാണ് അതെന്നാണ് മനസ്സിലാക്കുന്നത്. പരീക്ഷണങ്ങളെല്ലാം ദൈവകാരുണ്യത്തിന്റെ ഭാഗമാണ്. ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് മാത്രമല്ല അത് പരീക്ഷണമാകുന്നത്, സമകാലികരായ മറ്റുള്ളവർക്കു കൂടിയാണ്. സഹജീവികൾ അനുഭവിക്കുന്ന ദുരിതങ്ങളോട് അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് അവർക്കുള്ള പരീക്ഷണം. ദുരന്തങ്ങളാൽ ദുരിതമനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾക്ക് താങ്ങും തണലുമായി മാറാൻ കഴിയുന്നവരാണ് ഈ പരീക്ഷണത്തിൽ വിജയിക്കുന്നത് എന്നുകൂടി മതം പഠിപ്പിക്കുന്നു. ദുരിതമനുഭവിക്കുന്നവരിലേക്കുള്ള കാരുണ്യ പ്രവാഹത്തിന്റെ അടിത്തറ ഈ വിശ്വാസമാണ്. അയൽപ്പക്കത്തും അയൽ പ്രദേശങ്ങളിലുമുള്ളവർ ദുരിതമനുഭവിക്കുമ്പോൾ സർക്കാരാണ് സഹായിക്കേണ്ടത് എന്ന ന്യായം പറഞ്ഞ് കൈകെട്ടിയിരിക്കാൻ വിശ്വാസികൾക്ക് കഴിയില്ല. മറ്റുള്ളവരനുഭവിക്കുന്ന ദുരിതങ്ങൾ തങ്ങൾക്കുള്ള പരീക്ഷണമാണ് എന്നും അവരെ സഹായിക്കാതിരിക്കുന്നവർ പരീക്ഷണത്തിൽ പരാജയപ്പെടും എന്നുമുള്ള വിശ്വാസം തന്നെയാണ് ആ സന്നദ്ധ സേവനത്തിനുള്ള നിദാനം. ദുരന്തങ്ങളെ പരിണാമ പ്രക്രിയയിലെ സ്വാഭാവികതയായി കാണുന്നവർക്ക് ദുരിതങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കേണ്ട യാതൊരു ബാധ്യതയുമില്ല. സഹായിക്കേണ്ടത് സർക്കാരാണ് എന്നും പൗരന്മാരല്ല എന്നുമുള്ള നാസ്തിക വാചാടോപങ്ങളുടെ സൈദ്ധാന്തിക അടിത്തറ സ്ഥിതി ചെയ്യുന്നത് ഈ ജീവിതം ആസ്വാദനത്തിനു വേണ്ടി മാത്രമുള്ളതാണ് എന്ന അവരുടെ വിചാരത്തിലാണ്. പ്രാർത്ഥന കൊണ്ടാണെങ്കിലും മനസ്സ് തണുക്കുകയും തണുപ്പിക്കുകയും ചെയ്യുന്ന വിശ്വാസികളെ പരിഹസിക്കുക എന്ന മഹാസേവനം ചെയ്ത് ദുരിതഭൂമിയിലെ ദുരന്തമായി തീരുന്ന പഠനത്തിലേക്ക് അവരെ ആപതിപ്പിക്കുന്നതും ഈ വിചാരം തന്നെ. ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ അയൽപ്പക്കങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാനുള്ള സ്വാഭാവികമായ ഒരു ത്വര മനുഷ്യരിലുണ്ട്. ദുരിതഭൂമിയിലെ ആന കാണിച്ച ദീനാനുകമ്പയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ കുറിപ്പ് ആരംഭിച്ചത്. അതിനേക്കാളെല്ലാം എത്രയോ വലിയ കാരുണ്യമാണ് മനുഷ്യ മനസ്സുകളിൽ ദൈവം നിറച്ചിരിക്കുന്നത്. ആ കാരുണ്യത്തിന്റെ പ്രകടനമാണ് നാം ദുരന്തഭൂമിയിൽ കണ്ടത്. ദുരിതബാധിതരെ സഹായിക്കാനായി എല്ലാവരും കൈകോർത്തു. ദുരന്ത വിവരം അറിഞ്ഞ് ആദ്യമായി ഓടിയെത്തിയവരിൽ പലരും തങ്ങളുടെ ജീവൻ പോലും തൃണവൽഗണിച്ചാണ് പലരെയും രക്ഷിച്ചത്. കുറെ പേരെ രക്ഷിച്ചതിനു ശേഷം കുറച്ചുപേരെ കൂടി രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ മരണപ്പെട്ടവർ, അപകടത്തിലേക്കാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ദുരന്ത സ്ഥലങ്ങളിലേക്ക് ഓടിച്ചെന്ന് ആതുര സേവന പ്രവർത്തനങ്ങൾ നടത്തിയവർ, വ്യത്യസ്തങ്ങളായ സംഘടനകളുടെ ലേബലുകളിലും അല്ലാതെയുമായി ദുരിതഭൂമിയിൽ നിരന്തരമായി സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, സർക്കാരിൻ്റെ ഭാഗമായി എത്തിച്ചേർന്ന ഫയർഫോഴ്സും പട്ടാളവും, മൃതദേഹങ്ങളെ വൃത്തിയാക്കുവാനും മാന്യമായി സംസ്കരിക്കുവാനുമുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റു വസ്തുക്കളുമായി ഓടിയെത്തിയവർ, ദുരിതങ്ങൾ സഹിച്ചവരെ സമാശ്വസിപ്പിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, വീടും കുടുംബവും നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ, അതിനായി ഭൂമിയും സമ്പത്തും അധ്വാനവും എല്ലാം ദാനം ചെയ്യുന്നവർ, അനാഥരായിത്തീർന്ന കുട്ടികളെയും വൃദ്ധരെയും എല്ലാം ഏറ്റെടുക്കാൻ സന്നദ്ധരായി രംഗത്ത് വരുന്നവർ, ദുരന്തത്തോട് മല്ലിടുക വഴി മാനസികമായി തകർന്നവർക്ക് കൗൺസിലിംഗ് നൽകി സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പണിയെടുക്കുന്നവർ, അനാഥരായിത്തീർന്ന ക്യാമ്പുകളിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് വസ്ത്രങ്ങളും പഠനോപകരണങ്ങളും നൽകി അവരെ പഠനരംഗത്തേക്ക് തിരിച്ചു പോകാൻ സഹായിക്കുന്നവർ, എല്ലാവരും പ്രകടിപ്പിക്കുന്നത് മനുഷ്യകാരുണ്യത്തിൻ്റെ വിവിധ മുഖങ്ങളാണ്. ദൈവം ഈ ലോകർക്കായി നൽകിയ അവൻ്റെ കാരുണ്യത്തിൻ്റെ 100-1 പ്രകടനങ്ങളാണിവ. എന്തുകൊണ്ടാണ് ജീവികളിൽ അവയുടെ ജനിതക സ്വാഭാവികതയായും
മനുഷ്യരിൽ അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായുമുള്ള പരോപകാര താൽപ്പര്യവും ത്യാഗസന്നദ്ധതയും ഉണ്ടാകുന്നത് എന്ന് വിശദീകരിക്കാൻ ഭൗതികവാദ സിദ്ധാന്തങ്ങൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല. പ്രകൃതി നിർദ്ധാരണത്തിലൂടെയുള്ള അർഹതയുള്ള ജീവികൾ അതിജീവിക്കുന്നുവെന്ന പരിണാമവാദ പ്രകാരം ഒരു ജീവിയിലും ത്യാഗസന്നദ്ധത ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. എങ്ങനെയാണ് പ്രകൃതി നിർദ്ധാരണത്തിലൂടെ ഉണ്ടായ ജീവികളിൽ പരോപകാര താൽപ്പര്യവും ത്യാഗസന്നദ്ധതയും വളർന്നുവന്നത് എന്ന് ചാൾസ് ഡാർവിൻ പോലും ആശ്ചര്യപ്പെടുന്നുണ്ട്. പ്രകൃതി നിർദ്ധാരണത്തിലൂടെ വളർന്നുവരാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഈ ത്യാഗസന്നദ്ധതയുടെ പൂർണ്ണത നാം കാണുന്നത് മനുഷ്യരിലാണ്. ലോകത്തെങ്ങും വിതറിയ ദൈവകാരുണ്യത്തിൻ്റെ 1% ദുരന്തഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം നമുക്ക് കാണാനാവുന്നത്. ദൈവകാരുണ്യം മനുഷ്യരിലൂടെ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. മനുഷ്യരിലെല്ലാം കാണാനാവുന്നതാണ് പ്രയാസപ്പെടുന്നവരെ സഹായിക്കുവാനും അവർക്ക് നന്മകൾ ചെയ്യാനുമുള്ള ഈ പ്രവണത. ദൈവസൃഷ്ടിയിൽ തന്നെയുള്ള ഒരു സ്വാഭാവികതയാണത്. വെറുപ്പും വിദ്വേഷവും സ്വാർത്ഥതയും മൂലം ഹൃദയം കറുത്തുപോയവരിൽ പലപ്പോഴും മാനവികത എന്ന് വിളിക്കുന്ന ഈ സ്വാഭാവികത പോലും ഇല്ലാതെയാവാറുണ്ട്. പൈശാചികമായ പതനത്തിലേക്ക് ചിലർ ആപതിച്ച കാഴ്ചയും ഇപ്പോഴുണ്ടായ ദുരന്തത്തോടനുബന്ധിച്ച് നാം കണ്ടതാണ്. DYFIയുടെയും യൂത്ത് കെയറിൻ്റെയും വൈറ്റ് ഗാർഡിൻ്റെയും സേവാഭാരതിയുടെയും STPIയുടെയും വിഖായയുടെയും യൂണിറ്റിയുടെയും ഈലാഫിൻ്റെയും സാന്ത്വനത്തിൻ്റെയും ഐഡിയലിൻ്റെയും എല്ലാം വളണ്ടിയർമാർ ദുരന്തഭൂമിയിലുള്ളവരെ സഹായിക്കുവാൻ കൈകോർത്തപ്പോൾ കണ്ടത് ദൈവകാരുണ്യത്തിൻ്റെ പ്രകടനമാണ് എങ്കിൽ അവരുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തും അപഹസിച്ചുകൊണ്ടും ചാനൽ മുറികളിലിരുന്ന് സംസാരിച്ചവരിൽ കണ്ടത് പൈശാചികതയുടെ വിളയാട്ടമാണ്. മാതൃമരണത്താൽ മുലപ്പാൽ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന പിഞ്ചു പൈതങ്ങൾക്ക് താൻ മുലയൂട്ടാമെന്ന് പറഞ്ഞ് ദുരന്തമുഖത്തെത്തിയ സഹോദരിയുടെ വാക്കുകളിലും ചെയ്തിയിലും നാം കണ്ടത് ദൈവം അവരിൽ നിറച്ച കാരുണ്യത്തിൻ്റെ പ്രകാശനമാണ് എങ്കിൽ അവരുടെ വാചകങ്ങൾക്കിടയിൽ തൻ്റെ മാംസദാഹം സ്ഖലിച്ചയാളിൽ നമുക്ക് കാണാനാകുന്നത് പൈശാചികതയുടെ കരിങ്കണ്ണാണ്. ഉത്തമരായി സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യർ എന്നും അവരിൽ ചിലരുടെ മനസ്സുകൾ അന്ധമാകുമ്പോൾ അധമരിൽ അധമരാക്കി തീർക്കുമെന്നും പടച്ചവൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നിശ്ചയം മനുഷ്യനെ നാം ഏറ്റവും നല്ല പാകതയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നീട് അവനെ അധമരിൽ അധമനാക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ. ശബ്ദം നൽകിയത് താഹിർ അബ്ദുൽ ഖാദർ.